സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളം വണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗ മാനുഷനാരിമാരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല ഗുണം ഇന്ദിരാദേവിതാനും ഗൗരിയും മാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതകളും കൽപ്പതിയാകും പുരുഷൻ ജഗൽപതി എന്നു കട്ടിക്കാം വികൽപ്പമില്ലൽപ്പവും ഇപ്പോൾ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമ്മൾ ഒരു കർക്കിടകം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കർക്കിടക 10-ൻ്റെ വീഡിയോ ആണ്. അതായത് കർക്കിടക മാസത്തിൽ തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസം, അതിന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. അതാണ് കർക്കിടക 10 എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ശീബോധി വയ്ക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ചില ആൾക്കാരൊക്കെ ഈ 10 ദിവസമാണ് ശീബോധി വയ്ക്കാത്രേ. പക്ഷേ അത് ചിലപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി കൊണ്ടായിരിക്കും. അത് ചിലപ്പം പല സ്ഥലത്തും അവൈലബിൾ ആവില്ല അല്ലേ. ഈ 10 എണ്ണം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ അതില്ലാത്തവർ ഒരു ആദ്യത്തെ ഒരാഴ്ച ഒരു 10 ദിവസമെങ്കിലും വയ്ക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഇത് ഈ ഒരു മാസം മൊത്തം വയ്ക്കാറുണ്ട് കേട്ടോ. കർക്കിടക മാസം മൊത്തം നമ്മൾ ശീബോധി വയ്ക്കാറുണ്ട്. എന്തിനാണ് കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത്, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. കാരണം അത് വീണ്ടും നമ്മൾ പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. കർക്കിടക 10 ചെയ്ത് തീർക്കുക. മഴയോ മഴ. കർക്കിടക 10 ഗംഭീര മഴയായില്ലോ പറയാം. മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണ്ട. നല്ല മഴ. കർക്കിടക 10 ഗംഭീരായി. കർക്കിടക മാസത്തിൽ നമ്മുടെ മുടിയിൽ ദശപുഷ്പം ചൂടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് മുക്കുറ്റിയുടെ ഇല അരച്ചിട്ട് അത് നെറ്റിയിൽ തൊടുന്നൊരു പതിവുണ്ട്. അതിനെയാണ് മുക്കുറ്റി ചാന്ത തൊടുക എന്ന് പറയാം കേട്ടോ. മുക്കുറ്റി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിങ്ങനെ കയ്യിലിട്ട് ഞെരടിയിട്ട് അത് നെറ്റിയിൽ കുറിയായിട്ട് തൊടുകയാണ് കേട്ടോ ചെയ്യുക. നമ്മളെ നാഡികളൊക്കെ ഇങ്ങനെ സമ്മേളിക്കുന്ന നെറ്റിയിൽ മുക്കുറ്റിയുടെ ഇല അരച്ച് തൊടുമ്പോൾ ശരീരത്തിന് നല്ല ഉന്മേഷവും കുളിർമയും ഒക്കെ കിട്ടും അത്ര. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ ആളുകൾ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കുറ്റി അരച്ചിട്ട് നെറ്റിയിൽ ഇങ്ങനെ പുരട്ടാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ തലവേദനയൊക്കെ മാറുമെന്നാണ് പറയുന്നത്. മുക്കുറ്റി നീരിന് വേറെയും ഗുണങ്ങളുണ്ട് അത്രേ. അതിൻ്റെ നീര് നമ്മൾ മുറിവിലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും അത്രേ. അതുപോലെ തന്നെ മുക്കുറ്റി നീരിൽ തേന് ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുമയും ജലദോഷമൊക്കെ പെട്ടെന്ന് മാറും അത്രേ. ഈ ഒരു കുഞ്ഞു ചെടിയുടെ മുകളിലല്ലേ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ മുക്കുറ്റിക്ക് ഇത്രയും ഒക്കെ ഗുണമുണ്ട് എന്നുള്ളത്? ഇനിയിപ്പോൾ ഓണം അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലോ നമ്മുടെ പൂക്കളത്തിൽ മെയിൻ ആളും മുക്കുറ്റി തന്നെ അല്ലേ. അതാ നിറയെ വിരിഞ്ഞു തുടങ്ങിയെന്നല്ല, നിറയെ ഉണ്ട് ഇപ്പോൾ മുക്കുറ്റി വിരിഞ്ഞ് നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ഓണം ഇങ്ങനെ അടുത്ത് വരികയായി എന്നുള്ളത് ഈ മുക്കുറ്റി വിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുക അല്ലേ. ഇന്ന് കർക്കിടക 10 എന്നിട്ടോ കർക്കിടക 10-ന് പത്തല വെക്കണം എന്നൊക്കെയാണ്. പത്തല ചൂടി മുക്കുറ്റി ചാന്ത് തൊട്ടു. പിന്നെന്താ പത്തല വെക്കണം. ദശപുഷ്പം എടുത്ത് കൂട്ടാൻ വെച്ചാലോ? ദശപുഷ്പം എന്നാ പിന്നെ വേറെ പണിയില്ല. അപ്പൊ പത്തല കിട്ടും. പിന്നാണെങ്കിൽ നല്ല മഴ ദിവസമായിരുന്നു. ഇപ്പൊ മഴ എന്നാട് മാറി. നോക്കട്ടെ കിട്ടുമോന്ന് നോക്കണ്ടേ. ഇവിടെ ഇരിക്കണ ഇലയൊക്കെ പൊട്ടിക്കാൻ എന്താ കഥ? മുരിങ്ങയിലാണ് ഉള്ളത്, അത് പൊട്ടിക്കാനും പാടില്ല. മുരിങ്ങയില ഭഗവതിയുടെ താലി എന്നാ പറയാ. പക്ഷെ അതൊന്നല്ല അതിന്റെ ശാസ്ത്രീയമായ വശം എന്ന് പറയണത്. അതിന്റെ വേര് വിഷം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അത്ര. അപ്പൊ ഇങ്ങനത്തെ മഴക്കാലത്തിലെ ഈ കാലത്ത് അതിന് വിഷം ഉണ്ടാവും എന്നാ പറയണത്. അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ് അപ്പൊ നമ്മൾ പറയും ശ്രീ ഭഗവതിയുടെ താലിയാണ്, അതുകൊണ്ട് കർക്കിടക മാസത്തില് ഉപയോഗിക്കില്ല എന്നൊക്കെ. ഇപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത്?
എന്ത് ഇല പൊട്ടിക്കാനുള്ളത് ഇവിടെ ചെങ്കി പൊട്ടിച്ചോ ഇവിടെ നിക്കണ ഈ ചെടിയുടെ ഒക്കെ ഇലയുടെ പൊട്ടിച്ചാലോ വേണ്ട ശരി. അമ്മമ്മ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്ത് എനിക്കും വേണ്ട. ഒരു മാസമായി ശരി, ഞാൻ കുറച്ച് ഒന്ന് ഭേദപ്പെട്ടിട്ടുള്ളൂ, വീണ്ടും ഹോസ്പിറ്റലിൽ പോകാൻ വയ്യാന്ന്. അല്ല അമ്മമ്മ കൊള്ളാം, ഞാനൊന്ന് നോക്കി നോക്കട്ടെ എന്തേലും കിട്ടും. പൊട്ടിക്കാൻ പറ്റുന്നൊന്നുമില്ല, താളും തകരൊക്കെയാണ്. താളും തകരൊന്നും ഇല്ലല്ലേ? അത് പണ്ട് അവിടെ നിന്നിരുന്നു നമ്മൾ അന്ന് കഴിഞ്ഞ കൊല്ലം, ഓർമ്മയില്ലേ? ഉണ്ടായിരുന്നു. അതിനൊരു പുല്ല് വരക്കലുണ്ടല്ലോ, പറഞ്ഞമാതിരി നല്ല സ്വഭാവമാണ്. അത് കാരണം ഇപ്പൊ എന്തായാലും എന്ത് മുഴുവനും പോയി. പോയോക്കട്ടെ, വല്ലതൊക്കെ കിട്ടുമോന്ന് കാണാല്ലേ? നോക്കട്ടെ. ഇവിടൊക്കെ ഫുള്ളേ പറമ്പൊക്കെ ക്ലീൻ ആക്കിയ സമയത്ത് ഒന്നുമില്ല, അതാണ് പ്രശ്നം. ഇതാ കിട്ടിയ മമ്മേ, കിട്ടി തകര. ഇതല്ലേ അറിയാ, വല്ല പുല്ല് പോകും പറിച്ചെടുക്കണ്ടാന്ന്. ഇത് പുല്ലല്ല, ഒന്നും ഇങ്ങോട്ട് വരുമോ? നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടുപിടിച്ച അതേ സ്ഥലാണേ. അതിൻ്റെ അമ്മോ, വീണ്ടും മഴ അയ്യോപ്പോ. അല്ലേ അല്ലേ അതെങ്ങടൊക്കെ പൂവ്, മഞ്ഞപ്പൂവ് തകരക്കല്ലേ? ചെടിയാണോ? എന്നാ അമ്മ അതുകൊണ്ടായിരിക്കും പറക്കാണ്ട് വിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പക്ഷെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെടിയാ. അതാ നമ്മൾ കഴിഞ്ഞ, പക്ഷെ ഇതോ ഇതല്ലേ? മറ്റേത് ഇങ്ങനെ 3 ഇലയിട്ടാ നിക്കല്ലേ? അതല്ലെന്നാ. അയ്യടാ കാണാല്ല ഇപ്പൊ ചെടി കാണാല്ല. പറിച്ച് കളഞ്ഞേ ഇവിടെ ഇപ്പൊ ഫുള്ള് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കിയപ്പോ. അത് കറി വെക്കാൻ പറ്റുമോ? അതൊക്കെ ആയുർവേദത്തില് നോക്കട്ടെ, അത് കാണിക്കും. പിന്നില് കണ്ടോ നെല്ലിക്ക മാതിരി ഇങ്ങനെ കുരുകുരുങ്ങനെ. അതിന് തകരുടെ ഒരു ചായ ഉണ്ട്. എന്താ ചെയ്യാ? മല്ലികയും ഇതൊക്കെ എടുത്ത്, ചെമ്പരത്തിയൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. എന്ത് പ്രാവശ്യം ഇങ്ങനെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അമ്മ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഇത് നമ്മള് നീര് കുടിക്കൊക്കെ ചെയ്യും. ശരി, പിന്നെ ദിവസേന ഇത് ഓരോന്ന് കഴിച്ചാൽ എത്ര നല്ല അറിയോ? എന്റെ മൈലാഞ്ചി ഉണ്ടോ? ഞാൻ ചുവന്നിട്ട് കാണിച്ചില്ലല്ലോ, നല്ല ചുവപ്പായി. അതന്നെ, നല്ല രസമായിട്ടുണ്ട്. ചിത്രം വരച്ചത്. ഒരാള് ചോദിച്ചിരുന്നേ, എന്തിനാ മൈലാഞ്ചി ഇടുന്ന കർക്കിടകത്തിലെന്ന്, എന്താണ് ആ ചടങ്ങ് എന്ന്. അത് എനിക്കറിയാം. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ പണ്ട് തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരും, പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പുറത്തൊക്കെ ജോലി എടുക്കണവരല്ലേ. അപ്പോൾ ഈ വെള്ളത്തിലും പാടത്ത് ചളി, മഴക്കാലമാകുമ്പോഴേ കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ ആകെ ചളി ആയിട്ടുള്ള സമയമല്ലേ. അങ്ങനത്തെ സമയത്ത് കാലിൻ്റെ മുകളിലൊക്കെ ഈ ഇത് അത് വരില്ലേ, ചേറ്റ് അതൊക്കെ വരില്ലേ. അപ്പോൾ അതിന് മരുന്നായിട്ട് ഇങ്ങനെ ഇട്ടിരുന്ന അത്ര മൈലാഞ്ചി കാലുമ്പിൽ അതുമാതിരി കയ്യിൻ്റെ വിരലിൻ്റെ ഇടയിലും ഒക്കെ തവണേന് അങ്ങനെ ഇട്ട് പണ്ട് തൊട്ട് കർക്കിടക മാസത്തിൽ അങ്ങനെ ഇട്ടിട്ട് വരണതാണെന്നാണ് പറയുന്നത്. അത് നമ്മളിപ്പോഴും അങ്ങനെ പോരുന്നു. അതെ, ഇത് പനിക്കൂർക്കല കേട്ടോ. പനിക്കൂർക്കല നമുക്ക് ചുമക്കൊക്കെ കഴിക്കാൻ, പക്ഷെ കൂട്ടാൻ വയ്ക്കാൻ പറ്റുന്നില്ല. ദൈവമേ, വന്ന് ഒരു ഇത് നിറയെ ഉണ്ട്, പക്ഷെ ഇതിലൊന്നുമില്ല. അതാണ് ഇപ്രാവശ്യം മത്തൻ കുമ്പളങ്ങയൊന്നുമില്ല. അതാണ് ഇപ്പം അവസ്ഥ. നോക്കിയപ്പോൾ സാമ്പാർ ചീരുണ്ട്, അതാ നിൽക്കണു. പക്ഷെ അതിനെന്താ പറയുക, അതിങ്ങനെ
ഇത് സാമ്പാർ ചീരയാണ്. അല്ല പേരിനൊന്നല്ല, അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഇതൊരു പൂവൊക്കെ ഇട്ടുണ്ട്. ഇവിടെ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കണ്ട. അപ്പോൾ സാമ്പാർ ചീര ഉണ്ട്. അത് മാത്രം തൽക്കാലം എടുക്കുക. വെള്ളത്തണ്ട സാമ്പാർ ചീര ഉണ്ട്. എന്നാൽ അതങ്ങനെ പൊട്ടിക്കാം. കഴുത്തങ്ങനെ നുള്ളിയാൽ മതി. അത് നീ ഇങ്ങോട്ട് പോരും, അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരും. ഇപ്പുറത്തുണ്ട്, അതെ ഇവിടുന്ന് പൊട്ടിക്കാം. ഇപ്പുറത്തെ സൈഡിലുണ്ട്, അവിടെ നിൽക്കണ്ട. ഇവിടെ തെങ്ങുണ്ട്, തെങ്ങ്. അപ്പം ഇങ്ങനെ പടപടേന്ന് ഇങ്ങനെ വീഴും. സാമ്പാർ ചീര അത് ഇപ്പുറത്ത്. അത്ര മതി. അത് മതി. വേറെ നോക്കട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. ഉണ്ടോ? ശംഖുപുഷ്പമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പറ്റില്ലല്ലോ. അതെന്ത് രസാ. ഒന്നുമില്ല, താമര വിരിഞ്ഞിക്കണുണ്ട്. പക്ഷെ മഴ പെയ്തിട്ടേ താഴേക്ക് വീണു. മഴ പെയ്തിട്ടേ വീണു. കണ്ടോ, വീണ് കിടന്നു. അതുണ്ടായി. സാമ്പാർ ചീര കുറേ ഉണ്ടേ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷേ മുളകിൻ്റെ ഇലയും പിന്നെ വെണ്ടയുടെ ഇലയും പിന്നെ വ്യത്യാസം വരുന്നുണ്ടല്ലേ. അങ്ങനെ പല ഇലകളൊക്കെ പൊട്ടിച്ചിരുന്നു. അതെന്താ അറിയോ, ലാസ്റ്റ് 10 എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നേരെ തിരിച്ചാണേ, ആകെ കിട്ടിയിട്ടുള്ളത് 1. പിന്നെ അതിൽക്കിനി എണ്ണം തികക്കി എവിടേക്കാം അല്ലേ? അപ്പൊ എന്താ നമ്മള് ചെയ്യാ? അപ്പൊ പത്തല ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് വെക്കണല്ലോ എന്നുള്ള ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഇപ്പം ഇത് വെക്കണം കേട്ടോ. അല്ലാണ്ട് ലക്ഷ്യമില്ല പ്രാവശ്യം. കർക്കിടക മാസത്തിൽ ഇലക്കറി. മത്തനും കുമ്പളൊക്കെ എവിടെയാണോ കുത്തിയിരുന്നത് അമ്മയ്ക്കേ അറിയുള്ളൂ. അമ്മ അവിടെ ഇല്ലേ, അത് അമ്മയ്ക്ക് തന്നെ അറിയും. താമര ഇതായിട്ട് വരുന്നുണ്ട്. മുട്ട് താമരയുടെ ഇല നിൽക്കുന്നുണ്ട്. താമരയില എന്തിനും ഊണയിക്കാനൊക്കെ എടുക്കും. ഊണയിക്കാനല്ലേ, കൂട്ടാൻ വയ്ക്കാൻ. അതായി ചോദിച്ചത്. എല്ലാ ഊണയിക്കാൻ തമിഴ്നാട്ടിൽ കാണാമല്ലോ. നല്ല വലിപ്പമുണ്ടല്ലോ അല്ലേ. ഇലക്കറി വെക്കുക എന്നുള്ളത് മാത്രമാക്കി മാറ്റി ഞങ്ങൾ കേട്ടോ. കിട്ടുന്നതല്ലേ പറ്റൂ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ പോകണം. ഇല്ല, എന്തൊക്കെയൊക്കെ എവിടേക്കൊക്കെ ഉണ്ട്. പക്ഷേ തിരഞ്ഞ് നടക്കണം ഇങ്ങനെ. വേറെ 4-5 ഇലയും കൂടെയൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് വേഗം ചെറിയൊരു ഉപ്പേരിയോ എന്തെങ്കിലും ഉണ്ടാക്കാം. എന്തായാലും ഉണ്ടാക്കിയിട്ടോ. ഉണ്ടാക്കി വന്നപ്പോഴേക്കും ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു 6-7-8 ഐറ്റം ഒക്കെ എത്തി. ഒന്നും കൂടെ ഒക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാൽ കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ അതിലങ്ങോട്ട് നിർത്തി. അതിനെ ഉണ്ടായി. അപ്പോഴേക്കും അമ്മമ്മ പറയൽ തുടങ്ങി, മതി 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 എന്ന് പറഞ്ഞിട്ട്. എന്തായാലും 10 ഇലക്കറി എന്നുള്ളത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും ഇലക്കറി കഴിക്കണം എന്നാണല്ലോ പറയുക. ഇലക്കറി അപ്പോൾ റെഡിയായി. അങ്ങനെ ദേ നമ്മളുടെ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒക്കെ ഒന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-15 ഒക്കെ കിട്ടും നമ്മളുടെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. പക്ഷേ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അമ്മമ്മ ഇങ്ങനെ നിന്ന് പറയൽ തുടങ്ങും, അങ്ങോട്ട് പോകണ്ട കുട്ടിയെ, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ ദൂരേക്കൊന്നും പോയിട്ടില്ല. ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു 6-7-8 ഒക്കെ ആയിട്ട് അവിടെ ഒപ്പിച്ച് എന്തായാലും ഇലക്കറികൾ കഴിക്കണം എന്നാണ് അത്ര.
അപ്പോൾ അത് എന്തായാലും നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ കുറച്ചാണ്, നമുക്കറിയാമല്ലോ ഇലക്കറികൾ നമ്മൾ കുറേ എടുത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴേക്കും വളരെ കുറച്ചാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒഴിച്ചു കറിക്ക് നമ്മളുടെ ഇവിടെ പറയുക മുളകൂശി എന്നാണ് കേട്ടോ. എത്ര പേര് കേട്ടിട്ടുണ്ട് ആ ഒരു പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അപ്പോൾ മുളകൂശിയും പയറുപ്പേരിയും പത്തലക്കറിയും പിന്നെ നല്ല കടുമാങ്ങയും കട്ടത്തൈരും പപ്പടും 2 കൊണ്ടാട്ടമുളകും. ഇതാണ് നമ്മളുടെ ഊണിൻ്റെ സ്പെഷ്യൽ. കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചില്ലേ കർക്കിടകത്തിലൊരു പൂവിടുന്ന ദിവസം ഏതാന്നുള്ളത് അമ്മമ്മ അടുത്ത് ചോദിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, നമ്മൾ പക്ഷെ പൂവിടില്ലല്ലോ. അത് പക്ഷെ നമ്മൾ പറഞ്ഞപ്പോ ഒരുപാട് പേരുണ്ട് കമന്റ് ചെയ്തിട്ട്. പിന്നെ അത് മാത്രല്ല യമുനോപോളില്ലേ, അവര് എനിക്ക് യമുനോപോള് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അതായത് ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ഉണ്ടത്രേ. അതായത് കർക്കിടകത്തിലെ തിരുവോണം തൊട്ടിട്ട് ചിങ്ങത്തിലെ തിരുവോണം വരെ 1 മാസം പൂടുത്രേ. അമ്മമ്മയായാലും പറഞ്ഞല്ലോ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും എന്നുള്ള. അപ്പൊ അതുപോലത്തെ കമന്റ്സ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മിൻസിന്റെ ഇടയിലാണ് അങ്ങനെ ഒരു ഇതുള്ളത് അത്രേ. പിന്നെ പലരും ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ കേൾക്കുകയേ ചെയ്യാത്ത, അതായത് കർക്കിടകത്തിലെ തിരുവോണത്തിന് പിള്ളേരോണം എന്ന് പറയുന്ന ഒരു സംഭവം ഞാനും കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ അങ്ങനെ തിരുവോണം കുട്ടികളുള്ള വീട്ടില് സദ്യ, കുഞ്ഞ് സദ്യ ഉണ്ടാക്കി എന്തോ പഴയ കാലത്തുണ്ടായിരുന്നു. ഉണ്ട്, ഞാനൊക്കെ കുട്ടികളായിരിക്കുമ്പോ പറയുന്നിട്ടുണ്ടാവും. പിന്നെ ഇല്ലാതെ ഇതാ നമ്മളുടെ ഇവിടെ തോന്നുന്നുണ്ട്. ആണോ? ഞാനങ്ങനെ ഞാൻ എനിക്കെല്ലാം ഓർമ്മയില്ല, കണ്ടിട്ടില്ല. അപ്പൊ പറയാ കർക്കിടകത്തിൽ തിരുവോണത്തിന്റെ ഇതാണ് എന്നുള്ളതാണ് പറയുക. അടുത്ത തിരുവോണം ഓണായില്ലേ? അതിനെ അടുത്ത അപ്പൊ കർക്കിടകത്തിലെ തിരുവോണം കുട്ടികളുള്ള വീട്ടില് കുഞ്ഞ് സദ്യ ഒക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ പിന്നെ പ്രത്യേകത ഉണ്ട് കർക്കിടകത്തിലെ തിരുവോണത്തിന്. പിന്നെന്താ, ചില സ്ഥലത്ത് കർക്കിടകം 1 മുതൽ ചിങ്ങത്തിലെ ഓണം കഴിഞ്ഞ ശേഷം ആയില്യമകം വരെ പൂവിടുത്രേ. ആയില്യമകം വരെ പൂവിടൽ നമ്മളവിടെ പണ്ടുള്ളത്. അതെങ്ങനെയായിരുന്നു, അത്തത്തിന് തുടങ്ങിയിട്ട് 10-ാം ദിവസം തൃക്കാർപ്പന വെക്കും. തൃക്കാർപ്പന വെച്ചാൽ പിന്നെ തൃക്കാർപ്പന മേലെ പൂവിട്ടു, നിലത്ത് പൂവിടില്ല. തൃക്കാർപ്പന എടുത്താൽ മെഴുകിയിട്ട് ഈ മഞ്ഞപ്പൂവാട മത്തന്റെ കുമ്പളത്തിന്റെ ഒക്കെ അത് നമ്മളിവിടെ ചെയ്യണത്. പക്ഷെ അത് പണ്ടുണ്ടായിരുന്നു. കർക്കിടകം 1 മുതൽ ചിങ്ങം ഓണം കഴിയണവരെ അങ്ങനെ ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നമ്മള് അത്തത്തിന് തന്നെയാണ് പൂവിടലു. അത്തത്തിന്റെ അന്നേണ് പൂവിടലു. 10 ദിവസം പൂവിട്ട് 10-ാം ദിവസം തൃക്കാർപ്പന വെക്കുക. അങ്ങനെ ഒരുപാട് പേര് കർക്കിടകം എന്താന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയോ? അത് നമ്മളെ വീഡിയോ കാണുന്ന പലരും പറയാറുണ്ട്, നമ്മളുടെ വീഡിയോയിലാണ് അതൊക്കെ കാണുന്നത് എന്നുള്ളത്. പിന്നെന്താണ്, പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് കർക്കിടകത്തിലെ തിരുവോണം മുതൽ അത്തം വരെ മുക്കുറ്റി മാത്രം മുറ്റത്തിടുന്നു, മുക്കുറ്റി മാത്രം അങ്ങനെ പറിച്ചിടും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പിന്നെ ചിലർ പറയുന്നു തിരുവോണം മുതൽ അത്തം വരെ എത്ര, അത്തം വരെ മുക്കുറ്റി, പിന്നെ അത്തത്തിന് ശേഷം പിന്നെ ശരിക്കും പൂവിടും അങ്ങനെ. പിന്നെ കർക്കിടകം 1-ന് മുറ്റൊക്കെ മെഴുകി പൂവിടുന്നത്, അങ്ങനെ പലരും പറഞ്ഞിട്ട് പല തരത്തിലാണ് കേൾക്കണത് കേട്ടോ. അതന്നെ അപ്പൊ കർക്കിടകത്തിലുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു ചോദ്യം ചോദിച്ചോണ്ട് ഇങ്ങനെ കുറേ പേര് പലതും പറഞ്ഞിട്ടുണ്ട്. പലതും ഇല്ലാതെ ആയിരിക്കണം പണ്ടത്തെ അതൊന്നും ഇല്ലാണ്ട്. ഈ കരപ്പന വെക്കുന്ന വീട് എത്ര ഉള്ളത്, വെല്ലുമ്പിൽ എണ്ണ ഉണ്ടാവില്ല. സദ്യ ഉണ്ടാക്കും, അവരാരുമായിട്ട് ഇതായിട്ട് നടക്കുന്നല്ല. അത് തൃക്കാർപ്പന വെക്കാറിന് അതൊരു ഭാരാന്നുള്ള ആളുകൾക്ക് വിചാരം. പക്ഷെ ഇപ്പൊ കുറച്ചു പേരൊക്കെ വീണ്ടും പണ്ടത്തെ മാതിരി തൃക്കാരപ്പനൊക്കെ വെച്ച് തുടങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് പൂജിക്കാനും അതൊക്കെ കുറച്ചൊരു പാടല്ലേ. അതുകൊണ്ടാണ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അല്ല, എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങള് എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല. അതാണ് ആകെ വീട്ടില് കുറച്ചു പേരുണ്ടാവുക, പണ്ടത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അപ്പൊ വീടടച്ച് പോവാൻ പറ്റില്ല. വീടടച്ചാണ് പോവാലോ എന്നുള്ള ബന്ധത്തിൽ അതൊക്കെയാണ്. അപ്പൊ അതെ, അങ്ങനെയൊക്കെ കേട്ടു. അപ്പൊ പലതരത്തിലുള്ള ആചാരങ്ങളും ഇതൊക്കെയാണ് പല സ്ഥലത്തും നമ്മൾ കാണിക്കുന്നത്, നമ്മളുടെ വീട്ടില് നമ്മൾ ചെയ്യുന്നത്. അതാണ് അതെ, അതാണ്. അതിപ്പോ ഈ നാട്ടിൽ ഇങ്ങനെയാണെന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ള പോലെ ആവില്ല ചിലപ്പോ വേറെയുള്ളവർ. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ വീഡിയോയിൽ പക്ഷെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നതും. അല്ലേ?
എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അമ്മമ്മ പറയായിരുന്നു അമ്മമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ തറവാട്ടിൽ നടുമുറ്റുള്ള വീടാണ്. അപ്പം എന്നുവെച്ചാൽ 4 കെട്ടായിട്ടുള്ള വീടിനാണല്ലോ നടുമുറ്റം ഉണ്ടാവുക. അവിടെ നടുമുറ്റത്ത് ഒരു തൃക്കാർപ്പണ വയ്ക്കും. ഓ, മുറ്റത്തൊന്ന് വെക്കും, നടുമുറ്റത്ത് വേറെ വയ്ക്കുന്നു. അങ്ങനെ അത് കൊള്ളാമല്ലേ. അങ്ങനെയൊക്കെ അതെ, പഴയ കാലത്തെ ഓരോ ആചാരങ്ങൾ. അത് ഇപ്പം എവിടെ അപ്പം ആരോ 2 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോഴും കൂടി പറഞ്ഞ നമ്പർ ഇടാൻ വന്ന് പറഞ്ഞില്ല ഒരാൾ. അപ്പം ആരോടെ ഇവിടെ നമ്പർ ഇടാൻ വന്നിട്ടുള്ള പെണ്ണാണ് അത്രേ. അപ്പം അതിനെ വിളിച്ച് ചോദിച്ചിരുന്നു എന്തൊക്കെ. അപ്പം അത് ഏത് വീടാ ചോദിക്കുമ്പോൾ ഒരു പഴയ തറവാടിൻ്റെ ഇവിടെ നമ്മളുടെ വീടിന് ഇപ്പം ഞാൻ ഡെലിവറി ഒക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മളുടെ വീടിന് ഈ ഡെലിവറി ബോയ്സ് എല്ലാവരും പറയാ മനാന്നാ. അവിടെ ഒരു മനല്ലേ, ആ മനയാണോ എന്നാ ചോദിക്കുക. കാരണം ഇത് കാണുമ്പോൾ മന പോലെ തോന്നിയിട്ട്. ടീച്ചർ അന്ന് ഇവിടെ വന്നോ പറഞ്ഞ ഒരു ഇല്ലത്തിൻ്റെ ചായ ഉണ്ട് കേട്ടോ ഈ വീട്ടിന് നടത്തി നോക്കിയിട്ട് പറയാം. അതെ, അതന്നെ. ഇതെന്താ അറിയോ, ഇത് ഞാൻ സൂപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ വൈകിട്ട്. അപ്പോൾ വൈകിട്ട് കുറച്ച് മഷ്റൂം സൂപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കർക്കിടകം തുടങ്ങിയതിന് ശേഷം ഒരു നേരം, അതായത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ എപ്പോഴെങ്കിലും ഒരു നേരം നമ്മൾ മരുന്ന് കഞ്ഞിയാണ് കുടിക്കണത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ മാത്രം ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ വേറെ എപ്പോഴെങ്കിലും എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ മരുന്ന് കഞ്ഞി നമ്മൾ ഇപ്പം ഈ മാസത്തിൽ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് അത്രേ. കാരണം കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് മരുന്നുകൾക്കും അതിന് ഇരട്ടി ബലമാണെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ കർക്കിടക 10 സ്പെഷ്യൽ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.